ഏവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം ഇന്ന് ചിന്തിക്കുന്നത് ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 7 എന്നുള്ള വാക്യങ്ങളാണ്. അക്കാലത്ത് ഹെരോദാവ് യഹൂദ രാജ്യം ഭരിക്കുമ്പോൾ അവിടെ സഖറിയ എന്നൊരു മഹാപുരോഹിതനുണ്ടായിരുന്നു. അതിൻ്റെ ഭാര്യ എലിസബത്തായിരുന്നു. ഇരുവർക്കും കുട്ടികളില്ലായിരുന്നു. എന്നാലും അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നുവെങ്കിലും കുട്ടികൾ ഉണ്ടാകാനുള്ള പ്രായം കടന്ന് അവർ വാർദ്ധക്യത്തിലെത്തി. എങ്കിലും പ്രാർത്ഥന തുടർന്നു. ഒരു നാൾ അവൻ ദേവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് ദൂതം പ്രത്യക്ഷപ്പെടുകയും എനിക്കൊരു പുത്രൻ ജനിക്കും, അവന്റെ പേര് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ സന്തോഷ വാർത്ത സഹരിയെ അറിയിക്കുമ്പോൾ സഹരിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഹല്ലേലൂയ. എങ്കിലും തുറന്ന് വായിക്കുമ്പോൾ അവനൊക്കെ ഒരു കൊച്ചു യോഹന്നാൻ എന്നൊരു പുത്രൻ ജനിക്കുന്നതായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയരേ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കാൻ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹരിയെയും എലിസബത്തിനെയും പോലെ പ്രാർത്ഥിക്കണം. സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളും പ്രാർത്ഥിക്കണം. ഒരു വിഷയത്തിന് യാതൊരു സാധ്യത നീ കാണുന്നില്ല എങ്കിലും നീ മടുത്തു പോവാതെ പ്രാർത്ഥിക്കണമെന്ന് ഈ സഹരിയുടെ പ്രാർത്ഥനയും എലിസബത്തിന്റെ പ്രാർത്ഥനയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇതേ അധ്യായത്തിൽ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദിന്റെ വംശത്തിൽ ജോസഫ് എന്ന ഒരു പുരുഷന് മറിയ എന്നൊരു കന്യകയെ വിവാഹാലോചന നടത്തിയിരുന്നു. ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ നന്മ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് വളരെ കൃപ കാണിച്ചിരിക്കുന്നു, നീ ഒരു പുത്രനെ പ്രസവിക്കും. ഹല്ലേലൂയ. വേറെ ഇവിടെ നാം കാണുന്നത് സാധ്യത ഉണ്ട് എങ്കിലും സാഹചര്യമില്ല. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഈ രണ്ട് സംഭവവും നമ്മെ ഓർമ്മപ്പെടുത്തും. പ്രിയരെ, എങ്കിലും ഏത് സാഹചര്യത്തിൽ നിനക്ക് അനുകൂലമാക്കി തരാനും സാധ്യതയില്ലാത്തടത്ത് സാധ്യത ഉണ്ടാക്കി തരാനും കഴിഞ്ഞുപോയ കാലമായതാണ് ശരി, സാധ്യത ഒരിക്കലും ഇല്ലാത്ത സ്ഥലത്തും ദൈവത്തിന് സാധ്യത ഉണ്ടാക്കാൻ നിനക്ക് സാധിക്കും. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് സഹരിയുടെ ജീവിതവും മറിയയുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രിയരെ, മടുത്തുപോകാതെ സഹരിയെ പോലെ എലിസബത്തിനെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല.